ിലേക്ക് പോകാം. ആര്യ, ഷിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് 4ാം ദിനത്തിലേക്ക് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ 4ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ CP4-ലാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. വരുന്ന 3 ദിവസത്തേക്ക് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാൽ മാത്രം തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് ദൌത്യസംഘം. വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ദൌത്യം ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, ലോഹഭാഗങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും തടിക്കഷ്ണങ്ങളും കയറും ഒക്കെ ലഭിച്ചതുമൊക്കെ നമ്മളെ ഏറെ ആശ്വസിപ്പിച്ച കാര്യമാണ്. പക്ഷേ അതിനിടയിലാണ് ഈ കാലാവസ്ഥ ഇങ്ങനെ ഒരു വില്ലനായി വന്നിരിക്കുന്നത്. അവിടെ ഗംഗാവലി പുഴയിൽ റെഡ് അലേർട്ടാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ തെരച്ചിൽ നിർത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് ഷിരൂരിലെ സാഹചര്യം? ആര്യ, അശ്വതി, ഗുഡ് മോർണിംഗ്. പക്ഷേ ഉത്തര കന്നഡ ജില്ലയിൽ അത്ര നല്ല പ്രഭാതമല്ല. രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ 3 ദിവസത്തേക്ക്, അതായത് വരുന്ന 3 ദിവസത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരച്ചിൽ വലിയ ദുഷ്കരമായിരിക്കും. അപ്പോഴും ജില്ലാ ഭരണകൂടം കുടുംബങ്ങൾക്ക് ഇന്നലെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ അവസാനിപ്പിക്കില്ല, അർജുനെയും ലോറിയെയും കണ്ടെത്താൻ കഴിയും, അതുവരെ ഈ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഉറപ്പ് നൽകിയത്. ഏതായാലും ആ ഉറപ്പിന്മേൽ, ആ വിശ്വാസത്തിന്മേലാണ് ഇപ്പോൾ കുടുംബവുമുള്ളത്. ഏതായാലും ശക്തമായ മഴ ഉണ്ടാകാനുള്ള ഒരു സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ഈ രാവിലെയും ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ CP4 കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും CP4-ൽ കാര്യമായ തെരച്ചിൽ നടത്തിയിട്ടില്ല. അവിടെയാണ് ഇന്ദ്രബാൽ, അദ്ദേഹം അത്തരത്തിൽ ഈ റഡാർ പരിശോധനയിൽ, ഐബോർഡ് ഉപയോഗിച്ചുള്ള റഡാർ പരിശോധനയിൽ ലോറിയുടെ വലിയ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. CP1-ഉം 2-ഉം 3-യും അത് പൂർണ്ണമായും തെരച്ചിൽ നടത്തിക്കഴിഞ്ഞു. ഇനി CP4 ആണ്. അത് നിർണായകമായ തെരച്ചിലായിരിക്കും ഇന്നുണ്ടാകുക. ലോറി എന്തായാലും കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ ഈ ദൌത്യസംഘം വെച്ചു പുലർത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇന്നലെ കാർവാർ MLA-യും കുടുംബത്തിന് ഉറപ്പ് നൽകിയത്. മാധ്യമ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ, അത് തീർച്ചയായും അതിൽ വിശ്വാസമുണ്ട്, അതിൽ വിജയം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്തായാലും ഇന്നത്തെ തെരച്ചിൽ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. ഇന്ദ്രബാൽ, അദ്ദേഹം നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ 4ാം ദിനത്തിലുണ്ട്. ഇത് അവസാന ദൌത്യമാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ തിരച്ചിൽ നിർത്തിവെച്ചാൽ പിന്നീട് അർജുനായോ അല്ലെങ്കിൽ അർജുന്റെ ലോറിക്കായോ കന്നഡികരായ മറ്റ് 2 ലോകേഷും ജഗന്നാഥിനും വേണ്ടിയുള്ള തെരച്ചിലോ ഇനി ഉണ്ടാകില്ല. അത് ഇനി ആ കാണാമറത്ത് തന്നെയായിരിക്കും അർജുൻ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. എന്നാലും 3 ദിവസത്തേക്കാണ് റെഡ് അലർട്ട് ഉള്ളത്. രാവിലെ മുതൽ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ് പോലെ മഴ ആരംഭിച്ചിട്ടുണ്ട്. ഇരുണ്ട കാലാവസ്ഥയാണ്. ഏതായാലും വലിയ മഴ അത്തരത്തിൽ മഴ വന്നാൽ മാത്രമേ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കൂ. അതായത് ഇന്ന് മഴയുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നിർത്തിവെക്കും, പക്ഷേ നാളെ നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിൽ നാളെ തുടരും. അല്ലാതെ നേരത്തെ പോലെ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമല്ല. കാരണം നമുക്കറിയാം, ഈ ഡ്രഡ്ജർ കടൽ കടന്ന്, ഈ പുഴ കടന്ന്, ഇത്തരത്തിൽ അഴിമുഖമൊക്കെ കടന്ന് ഗംഗാവലി പുഴയിലെത്താൻ 38 മണിക്കൂറാണ് എടുത്തത്. 1 കോടി രൂപയോളം ചെലവഴിച്ച് എത്രത്തോളം ആ കുടുംബം ഇതിന് പിന്നാലെ നിന്നു, മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ നിന്നു. അതിനുശേഷമാണ് ഈ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതും നമുക്കൊരു പ്രതീക്ഷ എന്ന വണ്ണം തെരച്ചിൽ ആരംഭിക്കുന്നതും. ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഇതിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നീടൊരു തെരച്ചിൽ അത് ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതുകൊണ്ട് ഈ സമ്മർദ്ദം ചെലുത്തുക അല്ലെങ്കിൽ അത് ഡ്രഡ്ജർ അവിടെ തന്നെ തുടരാനുള്ള സാഹചര്യമൊക്കെ എത്രത്തോളമാണ് ബൈജു? തീർച്ചയായും ഇന്നലെ നമ്മൾ കണ്ട വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ആയിരുന്നില്ല. SP ഒക്കെ അത്രത്തോളം കുടുംബത്തോട് ആ രീതിയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു കണ്ടത്. SP കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം വലിയ വിവാദമുണ്ടാക്കിയ SP ആണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ പെരുമാറിയ രീതി അങ്ങനെയായിരുന്നില്ല. കുടുംബത്തിനെ അത്രത്തോളം ചേർത്ത് വെക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ തെരച്ചിൽ എന്ത് വന്നാലും നിർത്തിവെക്കില്ല, നമുക്ക് അർജുനെ കണ്ടെത്തണം, അതുപോലെ തന്നെ കന്നഡികരായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകേഷിനെയും ജഗന്നാഥിനെയും കണ്ടെത്തണം, അതിനായുള്ള തെരച്ചിൽ നിർത്തിവെക്കില്ല. 10 ദിവസമല്ല 12 ദിവസം എടുത്താലും തിരച്ചിൽ തുടരും. മഴ വലിയ തോതിൽ പ്രതികൂലമായാൽ മാത്രമേ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കൂ. പക്ഷേ അത് പിന്നീട് അടുത്ത ദിവസം തുടരുന്ന രീതിയിൽ, ആ രീതിയിലാണ് ഇത്തവണ ഈ തിരച്ചിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും 3ാം ഘട്ട തിരച്ചിൽ, അത് അവസാന തിരച്ചിൽ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഈ തിരച്ചിൽ പൂർണ്ണമായും നിർത്തിവെച്ചാൽ അത് ഇനി അർജുനെ കണ്ടെത്താനോ അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ഗംഗാവലി പുഴയിൽ ഉണ്ടാകില്ല. ഏതായാലും ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഞാൻ ആ
ഗംഗാവലി പുഴയുടെ തീരത്ത് പോയിരുന്നു. പക്ഷെ ആ സമയത്ത് വെള്ളം വലിയ തോതിലൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പാറക്കൂട്ടങ്ങളൊക്കെ കണ്ടിരുന്നു. ഒരു പക്ഷേ വേലിയിറക്ക സമയമായതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ വലിയ തോതിൽ വെള്ളം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ പകലും മഴയുണ്ടായിരുന്നു, ഇടവിട്ട് മഴയുണ്ടായിരുന്നു. നമുക്ക് നേരത്തെയൊക്കെ കണ്ടതാണ് ശിരൂരിലെ മഴ, വലിയ തോതിൽ ശക്തമായ കാറ്റും അത്തരത്തിലുള്ളൊരു മഴയാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വെയിലാണെങ്കിൽ ഇപ്പോൾ ആ കാലാവസ്ഥ പൂർണ്ണമായും മാറിയിരിക്കുന്നു. മഴ ഒരു കാലാവസ്ഥ തന്നെയാണ്. ഏതായാലും ഇന്ന് നേവി സജീവമായി ഉണ്ടാകും. ഇന്ദ്രപാൽ അദ്ദേഹം കൂടി ഇന്ന് മേൽനോട്ടം വഹിക്കുന്നതുകൊണ്ട് തന്നെ SDRF-ഉം NDRF-ഉം ഒക്കെ ഉണ്ടാകും. ഏതായാലും ഒരു 9 മണിയോടുകൂടി മാത്രമേ ഇന്ന് തെരച്ചിൽ ആരംഭിക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 8-8:30 തെരച്ചിൽ ആരംഭിച്ചെങ്കിൽ ഇന്ന് 9 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് CP4-ലെ മുഴുവൻ മണ്ണും ആ മരങ്ങളുമൊക്കെ മാറ്റേണ്ടതുണ്ട്. ഇത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണെന്നുള്ളത്. കാരണം ആ ലക്ഷ്മണന്റെ ചായക്കടയിലെ വലിയ ആൽമരം, ആ ആൽമരം ഉള്ളത് CP4-ലാണ്. ആ ആൽമരം അവിടെ നിന്നും മാറ്റേണ്ടതുണ്ട്. അത് ഡ്രഡ്ജർ ഉപയോഗിച്ച് മാറ്റണം. ഒപ്പം വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ന് ഇത്തരത്തിൽ പ്രവൃത്തി നടത്തുന്നത്. കാരണം നമ്മൾ ബൈജു ഇന്നലെയും കണ്ടതാണ് എത്രത്തോളം സൂക്ഷ്മതയോടെയാണ് ഓരോ ഭാഗത്തെ മണ്ണിളക്കി മാറ്റി പരിശോധന നടത്തുന്നത്. എന്തെങ്കിലും ഒരു പൊട്ടും പൊടിയോ എങ്കിലും അർജുനിലേക്കോ മറ്റ് 2 പേരിലേക്കോ എത്തുന്നതിന് വേണ്ടി സഹായിക്കുമോ എന്നുള്ള സൂക്ഷ്മമായ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. ഇന്നലെ നമുക്ക് ലഭിച്ച വസ്തുക്കൾ അത് എത്രത്തോളം നമ്മുടെ ഈ തെരച്ചിലിനെയും അന്വേഷണത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന, അതിൽ എത്രത്തോളം നിർണായകമായ വസ്തുക്കളാണ് ഇന്നലത്തെ തെരച്ചിലിൽ നമുക്ക് ലഭ്യമായത്? അത് വളരെ പ്രധാനമാണ് ആര്യ. കാരണം അർജുന്റെ ലോറി ആ ഗംഗാവലി പുഴയിൽ ഉണ്ടെന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ആ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ മുഴുവൻ കണ്ടെത്താൻ കഴിഞ്ഞു. എല്ലാ തടിക്കഷ്ണങ്ങളും പുറത്തെടുത്തില്ലെങ്കിലും കയർ ഉൾപ്പെടെ ഇന്നലെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചെറിയൊരു ഭാഗം മാത്രമാണ് ഇന്നലെ ലഭിച്ചത്. ഏതായാലും ഈ വലിയ തോതിലുള്ള ഈ അർജുന്റെ വാഹനത്തിന്റെ ഭാഗങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അത് തന്നെയാണ് വലിയ ആശ്വാസം കുടുംബം പറയുന്നത്. കാരണം ലോറി വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകില്ല. നമുക്ക് ആ ടാങ്കറിന്റെ ലോറിയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് ലഭിച്ചത് കണ്ടാൽ മനസ്സിലാകും. അത്രത്തോളം വലിയ ആഘാതമാണ് ആ ടാങ്കർ ലോറിക്കുണ്ടായത്. ആ ടാങ്കർ ലോറിയുടെ 4 ചക്രങ്ങൾ, അതായത് പിൻവശത്തെ ചക്രങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഒരു പക്ഷേ വലിയ പ്രതീക്ഷ ആ ചക്രങ്ങൾ മുകളിലോട്ട് ഉയർത്തുമ്പോൾ ഉണ്ടായിരുന്നു. അത് അർജുന്റെ ലോറിയുടേതാണെന്ന് വരെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ടാങ്കർ ലോറിയുടേതാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ഏതായാലും ഇതുവരെ കാര്യമായി ലഭിച്ചത് ടാങ്കർ ലോറിയുടെ പല ഭാഗങ്ങളാണ്, സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ചത്. അർജുന്റെ ലോറിയുടെ കാര്യപ്പെട്ട ഏതെങ്കിലും ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ചെറിയ സൂചനകൾ അർജുന്റെ ലോറിയുടെ ഗംഗാവലി പുഴയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പ്രതീക്ഷയേകുന്നത്. ഇനി CP4 ഇന്ന് നിർണായകമാണ്. കാരണം CP1-ലും 2-ലും 3-ലും മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും ലോറിയുടെ ഏതെങ്കിലും കാര്യമായ ഭാഗം കണ്ടെത്താത്തതുകൊണ്ട് ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ CP4 അത് വളരെ പ്രധാനമാണ്. CP4-ലാണ് വലിയ ലോഹഭാഗം കണ്ടെത്തിയത്. അവിടെയാണ് ഈ അർജുന്റെ ലോറി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തിയത്. ആ വാർത്ത തന്നെയാണ് അന്ന് ന്യൂസ് 8-നും എക്സ്ക്ലൂസീവായി അന്ന് പുറത്തുവിട്ടത്. ആ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ജില്ലാ ഭരണകൂടം, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ 10 മണിയോടുകൂടി എത്തും. ഇന്നത്തെ തെരച്ചിലിൽ ഏകോപകരമുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഏകോപനക്കുറവ് വലിയ തോതിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഏത് രീതിയിലാണ് തെരച്ചിൽ നടത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ കാര്യമായി ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ന് അത് ഇന്ദ്രപാൽ അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഇന്നലെയും അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം മാർക്ക് ചെയ്ത പ്രദേശം കൃത്യമായി കാണിച്ചു കൊടുക്കും. ഏതായാലും ഐബോർഡോ അല്ലെങ്കിൽ റഡാറോ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന തൽക്കാലം ആലോചിക്കുന്നില്ല. നേരത്തെ ഏത് ഭാഗങ്ങളാണോ അന്വേഷിച്ചത് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അതിന് താൻ നേതൃത്വം നൽകും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ CP4 അത് അർജുന്റെ ലോറിയുള്ള ആ സ്ഥലം, ഇന്ദ്രപാൽ കണ്ടെത്തിയ സ്ഥലം, ഇന്ന് അവിടുത്തെ മണ്ണും കല്ലും ഈ മരങ്ങളും ഒക്കെ നീക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള ഏറ്റവും അവസാനത്തെ ദൌത്യം എന്ന നിലയിൽ പ്രതീക്ഷയുള്ള ആ വാർത്ത നമുക്ക് ലഭിക്കുമോ? അത് തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. എന്തായാലും നിർണായകമായ തെരച്ചിലായിരിക്കും ഇന്നത്തേതും. തീർച്ചയായിട്ടും ബൈജുവിനെ സംബന്ധിച്ചോളം, ബൈജു ആണ് അവിടെ വിവരങ്ങൾ നൽകിയത്. ആര്യ, ബൈജുവിനെ സംബന്ധിച്ചോളം തുടക്കം മുതൽ ഈ ദൌത്യത്തിനൊപ്പമുള്ള ആളാണ്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ വ്യക്തിപരമായി കൂടി തീർച്ചയായിട്ടും അർജുന്റെ ബന്ധുക്കളുമായി ആണെങ്കിലും ഒക്കെ. ബൈജു, നമുക്ക് എന്തായാലും ശുഭപ്രതീക്ഷ തന്നെ വെക്കാം. കാലാവസ്ഥ അത് വില്ലനാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും ആളുകളുടെ പ്രയത്നമാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തിക്കുന്നതും ആ തെരച്ചിൽ നടത്തുന്നതും എല്ലാം. ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് നമ്മൾ ന്യൂസ് 18 തുടരുന്നത്. അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബൈജു, വളരെ നന്ദി ബൈജു.